Good afternoon. Good afternoon, Good Miss. afternoon, ma'am. Good afternoon. Okay, good afternoon. Good afternoon, ma'am. Okay. Okay, Sonia. ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഫുഡ് കഴിച്ചോ? കഴിച്ചു. മിസ് കഴിച്ചില്ലേ? കഴിച്ചു. എല്ലാരും ഓക്കെ ആണോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലെ? 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് രണ്ടാമത്തെ ഡിവിഷൻ ആയിരുന്നു അല്ലെ? ഏതാണത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ തുടക്കം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 3 ഡിവിഷനായിട്ടൊക്കെ തിരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമുക്കൊരു 12ഓളം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കാനുണ്ട്. അതിനകത്ത് ഒരു 3 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു? ഒന്ന് ക്ലിനിക്കൽ ലബോറട്ടറീസ്, രണ്ടാമത്തത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? CSSD. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. വായിച്ചു നോക്കിയോ? എല്ലാവരും വായിച്ചത് നോക്കിയോ? അത്രയും വാങ്ങുന്നത്. ഓക്കെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്തവരൊക്കെ വാങ്ങിച്ചോ? ഓക്കെ, അപ്പൊ ഇനി കുഴപ്പമില്ലല്ലോ. ഇനി ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ പറയുന്ന ഭാഗങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പറയുമ്പോ അതൊന്ന് മാർക്ക് ചെയ്ത് പോയാൽ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് എല്ലാവർക്കും? പുതിയ വർഷമൊക്കെ തുടങ്ങിയിട്ട് നല്ല വർഷമാണോ? തുടക്കമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നില്ലേ? ഓക്കെയാണ്. പറയാറായിട്ടില്ല അല്ലെ? ഒരു വർഷം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ? എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ? നല്ല തുടക്കം കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ല ഐശ്വര്യമായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു അല്ലെ? ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും. അപ്പോ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അഥവാ CSSD ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ട്, സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും അല്ലെ? ഇത്തിരി സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളും ടൂൾസുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് അല്ലെ, അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഏതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്? എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നോക്കി, ദിസ് ഡിപ്പാർട്ട്മെന്റ് ടേക്സ് ദ ചാർജ് ഓഫ് കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ് അല്ലെ? ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ടറി ആൻഡ് ക്ലീനിങ് ഓൾ ദ റൂംസ് of the hospital and effectively disposing of medical waste according to the strict hospital disposal procedures അല്ലെ? ഓക്കെ, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഹോസ്പിറ്റല് ഏറ്റവും ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും സൂക്ഷിക്കുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ റൂമുകളും അല്ലെ, എല്ലാ റൂമുകൾ ക്ലീൻ ചെയ്യാം. അതുപോലെ അവിടുത്തെ തുണിത്തരങ്ങൾ അല്ലെ, ഈ പറയുന്നത് ബെഡ്ഷീറ്റ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും കംപ്ലീറ്റായി കിടന്നപ്പോഴൊക്കെ കണ്ടിട്ടില്ലേ? ഡെയിലി വരും അല്ലെ? ഡെയിലി വന്ന ഒരു ബെഡ്ഷീറ്റ് മാറും, പില്ലോ കവർ മാറും. അതുപോലെ തന്നെ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ ഡെയിലി എന്നാണ് അവര് വാഷ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ പറയുന്ന എല്ലാ റൂമുകളും ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നതിനും അതുപോലെ മറ്റ് ലോണ്ടറി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതും അതൊക്കെ മാറ്റുന്നതും എല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് മാത്രമല്ല അവരുടെ ഫംഗ്ഷൻ വേറെ ഒന്നും കൂടി ഉണ്ട്. effectively disposing of medical waste according to the strict hospital disposal procedures. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന മെഡിക്കൽ വേസ്റ്റുകളെ
കൃത്യമായിട്ടുള്ള എന്താണ് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിക്കൊണ്ട് മെഡിക്കൽ വേസ്റ്റുകൾ എല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ധാരാളം മെഡിക്കൽ വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഒത്തിരിയേറെ വേസ്റ്റുകൾ ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഉണ്ട്, അതുകൂടാണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ള ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, ലബോറട്ടറി വേസ്റ്റുകൾ ഉണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഒത്തിരി വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ വേസ്റ്റുകളും കർശനമായിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിട്ട് ഈ വേസ്റ്റുകളൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ തോന്നിയ രീതിയിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. അതിനൊക്കെ അതിൻ്റെതായ കർശനമായിട്ടുള്ള ചില പ്രൊസീജിയറുകൾ ഉണ്ട് കേട്ടോ. അതനുസരിച്ച് അത് ഡിസ്പോസ് ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അഥവാ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും നമുക്ക് പറയാം കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്താണ്. നമ്മുടെ ഹോസ്പിറ്റലിലെ ഭക്ഷണ സേവനങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. This department provides the food services to inpatients, their families, and staff of the hospital based on a nutritional menu provided by the nutrition department. അല്ലെ, അതായത് ഒരു കാര്യം പറയാം കേട്ടോ. നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റേ ക്യാൻറ്റീൻ ആയിട്ട് കമ്പയർ ചെയ്യരുത്. ക്യാൻറ്റീൻ അല്ല കേട്ടോ. ക്യാൻറ്റീൻ എന്ന് പറയുന്നത് പൊതുവെ എന്താണ്? അത് കോൺട്രാക്ട് ബേസിലൊക്കെ ആളുകൾ എടുത്ത് നടത്തുന്നതാണ് ക്യാൻറ്റീൻ സർവീസ്. അവിടെ ഭക്ഷണ സേവനങ്ങളാണ് കൊടുക്കുന്നത്. പുറത്തുനിന്നുള്ളതിനേക്കാളും കുറഞ്ഞ വിലയിൽ അവിടെ ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻസ്, ഇപ്പൊ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്, കാരണം പേഷ്യൻസ് പല അസുഖങ്ങളുള്ളവരും എല്ലാവർക്കും എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ട് വേണം അവരുടെ ഫുഡ് സർവീസും മറ്റൊക്കെ നടത്താൻ. ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എങ്ങനെയുള്ള ഭക്ഷണം വേണമെങ്കിലും നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും അല്ലെ. പുറത്തുനിന്നുള്ളതിനേക്കാളും കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടും. അതൊരു കോൺട്രാക്ട് ബേസിലൊക്കെ ആൾക്കാർ ഏറ്റെടുത്ത് നടത്തുന്നതാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തത് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻപേഷ്യൻസിനും അതുപോലെ അവരുടെ ഫാമിലീസിനും പിന്നെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്കും ഈ പറയുന്ന ഒരു ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ന്യൂട്രീഷൻ മെനു അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഭക്ഷണ സേവനങ്ങൾ കൊടുക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ അതെന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻപേഷ്യൻസിന് പല അസുഖങ്ങളുള്ള ആളുകൾക്ക്, പല ഇപ്പൊ കാർഡിയാക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ഉള്ള ആളുകൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല. അതുപോലെ റീനൽ ഇഷ്യൂസ് ഉള്ളത്, കിഡ്നി സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പ്രത്യേക ഡയറ്റ് കാര്യങ്ങൾ വേണം. അങ്ങനെയുള്ള ഈ പറയുന്ന ഇൻപേഷ്യൻസിനും പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവർക്ക് ന്യൂട്രീഷണൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള മെനു അനുസരിച്ചുകൊണ്ട് ഭക്ഷണ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്ററിംഗ് എന്ന് പറയും കേട്ടോ. പിന്നെന്താണ്? The dietitian is a member of the health team and works closely with the nursing services personnel in meeting the patient's nutritional needs and in teaching. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ ആണ്. ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ് ശരിക്കും. അതായത് ഒരു ഹെൽത്ത് ടീമിന്റെ ഭാഗമാണ് അദ്ദേഹം. ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് കേട്ടോ. ഒരു ഹെൽത്ത് ടീമിന്റെ ഭാഗമാണ് അദ്ദേഹം. എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് അവരുമായിട്ട് സഹകരിച്ച് നമ്മൾ ഈ പറയുന്ന രോഗികളുടെ പോഷകാഹാര ആവശ്യകതകൾ നിറവേറ്റുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ടീച്ചിങ് മീൻസ് അവർക്ക് വേണ്ട ഡയറ്റ് കൗൺസിലിംഗ് മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീം അല്ലെ, ഹെൽത്ത് ടീമിന്റെ തന്നെ ഒരു ഭാഗമാണ് ഡയറ്റീഷ്യൻ എന്ന്
പറയുന്നത്. അദ്ദേഹം വെറും ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ തന്നെയാണ്. അത് നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ച് അവരുടെ ലക്ഷ്യം എന്താണ്? പേഷ്യൻസിന്റെ പോഷകാഹാര ആവശ്യകതകൾ നിറവേറ്റണം. അതോടൊപ്പം അവർക്ക് വേണ്ട ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കണം, അല്ലെ? എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള അതാണ് അവരുടെ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ട് ഡയറ്റ് കൗൺസിലിംഗും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ച് അവരുടെ ടീമിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണലാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ the ordering of supplies and the supervision of all the staff engaged in the preparation and the delivery of food. അതുകൂടാതെ അദ്ദേഹം എന്താണ്? ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, എങ്ങനെയുള്ള സപ്ലൈസ് ആണ്? ഫുഡ് സപ്ലൈസ്, അല്ലെ? ഭക്ഷണ സാധനങ്ങളും മറ്റും ഓർഡർ ചെയ്യുന്നതും ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പേഷ്യൻസിനൊക്കെ ആവശ്യമായിട്ട് ഫുഡ് സപ്ലൈസുകൾക്കൊക്കെ ഓർഡർ കൊടുക്കുന്നതും, അതുപോലെ ഈ പറയുന്ന ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അത് ഡെലിവറി ചെയ്യുന്നതിനൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുകളെയും സൂപ്പർവൈസ് ചെയ്യുന്നതിനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? സോഷ്യൽ സർവീസ് ആയിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് മാനേജ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്സ് പേഷ്യൻസ് ആൻഡ് their families deal with a broad range of psychosocial issues and stresses related to coping with the illness and maintaining health. അതായത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അതുപോലെ MSW ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളില്ലേ, സോഷ്യൽ സർവീസ് ഒക്കെ പഠിച്ചിട്ട് സോഷ്യൽ വർക്കിലൊക്കെ എന്താണ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളതും ട്രെയിനഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും കേട്ടോ. അവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യൻസിനായിക്കോട്ടെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനായിക്കോട്ടെ അവർക്ക് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാനും അതുപോലെ അവരുടെ ഇല്ലസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാകുന്ന ആശങ്കകള്, ഉത്കണ്ഠകള്, ആൻസൈറ്റി, അതുപോലെ സൈക്കോ സോഷ്യൽ മാനസികമായിട്ടൊക്കെ അവർക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസുകള് അതിനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെഡിക്കൽ സോഷ്യൽ വർക്ക്. നമുക്കറിയാം, നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് നമ്മൾക്ക് വളരെ വീക്കായിരിക്കും. പ്രത്യേകിച്ച് ഗുരുതര അസുഖങ്ങളൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ശാരീരികമായിട്ട് തളരി മാത്രമല്ല മാനസികമായിട്ട് നമ്മൾ വളരെ വീക്കായി പോകും, അല്ലെ? മനസ്സ് വീക്കായാൽ തന്നെ നമ്മുടെ ശരീരം വീക്കാവും, അല്ലെ? അപ്പൊ എപ്പോഴും നമ്മൾ അസുഖം വരുമ്പോ എന്ത് വേണം? നമുക്ക് എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം, അല്ലെ? പറയുന്ന എളുപ്പമാണ്, ഈസി അല്ല, എങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്തരം അവരുടെ ഹെൽത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതുപോലെ അവർക്ക് ആരോഗ്യ സംബന്ധമായിട്ട് അവരുടെ ഇൽനെസ്സിനെ നേരിടാനും അത് സംബന്ധമായിട്ട് അവർക്ക് ഒത്തിരിയേറെ ആശങ്കകളും മറ്റുമൊക്കെ ഉണ്ടാവും, അല്ലെ? സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് ഒരു മാനസികമായിട്ടുള്ള മറ്റു പല പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ നേരിടാനായിട്ട് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്ന ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ്സസ് ദ ചാലഞ്ചസ് ഫാമിലീസ് ഫേസ്, increase accessibility to health care and serve as a bridge between the doctors and the individual, family and കമ്മ്യൂണിറ്റി, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവര് ഫാമിലി ഫേസ് ചെയ്യുന്നത് ഒരു രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതാണ്. ചിലർക്ക് സാമ്പത്തികമായിട്ടായിരിക്കാം, സാമൂഹികമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒത്തിരി ചാലഞ്ചസുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അവരുടെ ഫാമിലി ഫേസ് ചെയ്യുന്ന എല്ലാ ചാലഞ്ചസുകളെയും കൃത്യമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതിനെ മോണിറ്റർ ചെയ്ത് അവരെ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇൻക്രീസ് ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് എല്ലാ ആളുകൾക്കും ഒരുപോലെ ആരോഗ്യ പരിചരണങ്ങൾ ലഭിക്കുന്നതിനുള്ള ആ ഒരു ആക്സസിബിലിറ്റി അവര് ഉറപ്പുവരുത്തുന്നുണ്ട്. ചില ആളുകൾക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു നല്ല പരിചരണം കിട്ടാത്ത അവസ്ഥ വരാം. അതെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമുണ്ട്. ചില ആളുകൾക്ക് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ചിലപ്പോ നല്ലൊരു എന്താ പറയാ പരിചരണങ്ങൾ ലഭിക്കാതെ വരാം. അങ്ങനെയൊക്കെ പല ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിലല്ല, എല്ലാവർക്കും ഹെൽത്ത് കെയർ ആക്സസിബിൾ ആക്കി കൊടുക്കാം എല്ലാ രീതിയിലും. ഓക്കെ, അപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾക്കാണെങ്കിൽ നല്ല പരിചരണം കിട്ടാൻ അവർക്ക് വേണ്ട എന്താണ് മറ്റുള്ള സപ്പോർട്ട് കൊടുക്കാം. സാമൂഹികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാം. അങ്ങനെ അവർക്ക് കുറെ കൂടെ നല്ല ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക. ആ രീതിയിലൊക്കെയുള്ള ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കുക. അങ്ങനെ ഈ പറയുന്ന ഡോക്ടേഴ്സിനും പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും അവരെല്ലാവരും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിക്കും ഇടയിൽ നല്ലൊരു കണക്റ്റിംഗ് ബ്രിഡ്ജ് ആയിട്ട്, അവർക്കിടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? നമ്മുടെ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ സാധാരണ എപ്പോഴും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാം. എപ്പോഴും ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ മൂലം ഏതെങ്കിലും താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ പരിക്കുകളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു പഴയ നമ്മുടെ നോർമൽ ഫങ്ഷനിങ്ങിലോട്ട് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത്? ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. എന്താണ് ഷിഫ എന്നിട്ട് ചോദിക്കുന്നത്? അടയാളപ്പെടുത്താനുണ്ടോ എന്ന്? ഇല്ല, ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പറയുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് എപ്പോഴും ഓർത്തു വെക്കാം. ഫിസിയോതെറാപ്പി ആ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതാണ് അവിടെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഫിസിയോതെറാപ്പി, ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ കേട്ടോ. അതായത് റീഹാബിലിറ്റേഷൻ പേഷ്യൻസിനെ എയിം ചെയ്തുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആണ്. റീഹാബിലിറ്റേഷൻ പുനരധിവാസം ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്. നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ അസുഖങ്ങൾ കൊണ്ടൊക്കെ താൽക്കാലികമായിട്ട് വൈകല്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള രോഗികളെ അവരുടെ പഴയ ജീവിതാവസ്ഥയിലോട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. കൂടുതലും എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. അതൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? അതായത് നമ്മൾ പഠിച്ചല്ലോ ഓർത്തോപീഡിക്സ് എല്ല് ബോൺസും മസിൽസും ഒക്കെ ആയിട്ട് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ് എന്ന് കരുതി കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിനോട് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. പക്ഷെ കൂടുതലും എന്തുമായിട്ട് കണക്ഷൻ ഉണ്ട്? ഈ പറയുന്ന ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇപ്പൊ ഫ്രാക്ചർ സംഭവിച്ചു, നമുക്ക് കുറെ കാലത്തേക്ക് നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലുള്ള പേഷ്യൻസിനൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് പഴയൊരു ലെവലിലോട്ട് അവരെ കൊണ്ടുവരുന്നത്. അതുപോലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് ചില ആളുകൾ പാരലൈസ് ചെയ്തു പോകും, തളർന്നു പോകും. അവർക്കൊക്കെ കുറെ നാളത്തേക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് അവരെ നമ്മൾ പഴയ പൊസിഷനിലേക്ക്, ചിലപ്പോൾ പൂർണ്ണമായിട്ടും പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എങ്കിലും അവർ കുറെ കൂടെ ബെറ്റർ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ പൊസിഷനിലോട്ട് അവരെ എത്തിക്കാൻ പറ്റും. പക്ഷെ കൂടുതലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗ് തെറാപ്പി that will help a patient resume normal functioning. അല്ലെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബോഡി ഹീലിംഗ് തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറ്റ്, കോൾഡ്, ഇലക്ട്രിസിറ്റി, ഫിസിക്കൽ എക്സസൈസ്, അങ്ങനെ പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് ഹീലിംഗ് തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ നോർമൽ ഫങ്ഷനിങ്ങിനെ റിസ്യൂം ചെയ്യാൻ, പുനരാരംഭിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ഔട്ട്പേഷ്യന്റ് as well as inpatient services. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഔട്ട്പേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇൻപേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ വന്ന് അഡ്മിറ്റ് ആയിട്ട് കിടന്ന് അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കാവുന്ന സേവനങ്ങൾ അത് കൊടുക്കുന്നുണ്ട്.
അതുകൂടാതെ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ രാവിലെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന ഭാഗത്തില് ആ ഒരു രീതിയിലുള്ള ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നു, അത്രേ വേണ്ടൂ കേട്ടോ. അടുത്തതാണെങ്കിൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. എല്ലാവർക്കും അറിയാം അല്ലെ, ഫാർമസിയുടെ പർപ്പസ് എന്താ? മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, every hospital must be equipped with a pharmacy which provides drugs for the entire hospital. ഒരു എൻറ്റയർ ഹോസ്പിറ്റൽ, മുഴുവൻ ആശുപത്രിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡ്രഗ്സുകളും വിതരണം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാർമസിയാണ്. ഇതിപ്പോ ഏതൊരു ഹോസ്പിറ്റലിലും എന്തുണ്ടായിരിക്കും? ഫാർമസി equipped ആണ് അല്ലെ. ഫാർമസി ഉള്ള ഹോസ്പിറ്റലുകളാണ്. ഏതൊരു ചെറിയ ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാലും ഫാർമസി ഉണ്ട്, എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. പണ്ടൊക്കെ ആണെന്ന് വെച്ചാൽ ചെറിയ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫാർമസി ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഡോക്ടറിനെ കാണാൻ മാത്രമേ പറ്റുള്ളൂ, പുറത്തേക്ക് മരുന്ന് എഴുതി തരും, പുറത്ത് നമ്മൾ പോയിട്ട് മരുന്ന് മേടിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിപ്പോ ഏതൊരു ചെറിയ ഹോസ്പിറ്റൽ എടുത്താലും അവിടെ എന്തുണ്ട്? ഫാർമസി ഉണ്ട് അല്ലെ. ആ ഒരു മുഴുവൻ ഹോസ്പിറ്റലിനും ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകളെ വിതരണം ചെയ്യുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, ഇത് നോക്കാം. ഇറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് മെഡിക്കേഷൻ ഫോർ പേഷ്യൻസ് but also provides other drugs and instruments used by all the departments in the hospital for the patient's care or surgeries. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫാർമസിന്ന് കേൾക്കുമ്പോൾ മരുന്നുകൾ മാത്രം വിതരണം ചെയ്തൊരു സ്ഥലം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, അത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മാത്രമല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും, അതുപോലെ ഈ പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പരിചരണത്തിനും അവരുടെ സർജറിക്കും മറ്റും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകള്, അത്യാവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റ്സുകളും മരുന്നുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഹോസ്പിറ്റലില് സർജറിക്കൊക്കെ കയറിയിട്ടുള്ള പേഷ്യൻസ് അവർക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സുകള്, അല്ലെങ്കിൽ ഒരു നെബുലൈസിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇൻഹേലർ, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മൾ ഈ പറയുന്ന ഫാർമസിയാണ് കേട്ടോ. ഓക്കെ, റൺ ബൈ എ ഫാർമസിസ്റ്റ് അല്ലെ. ഫാർമസി ആരാ റൺ ചെയ്യുന്നത്? ഫാർമസിസ്റ്റ് ആണ്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നത് ഒരു ഡയറ്റീഷ്യൻ എന്നതുപോലെ ഒരു ഫാർമസിസ്റ്റ് ആണ് ഫാർമസി ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസസ്. ഫാർമസി എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന പോയിന്റ് തന്നിട്ട് ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയണത് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ നോക്കിയേ, പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകള്, മറ്റു ഫാർമസ്യൂട്ടിക്കൽസ് അതെല്ലാം പർച്ചേസ് ചെയ്യുന്നതും വാങ്ങുന്നതും അത് വിതരണം ചെയ്യുന്നതൊക്കെ ഫാർമസിയാണ്. ഇപ്പോ നമ്മുടെ ഫാർമസി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ ചില മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകളുണ്ട്. മിക്കവാറും മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ മരുന്നുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതും അതിന്റെ വിതരണം നടത്തുന്നതൊക്കെ ഫാർമസിയാണ്. പിന്നെ എന്താണ്? ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. അത് പ്രത്യേകമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ഇൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളുടെ ഡിസ്പെൻസിങ്ങും ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡിസ്പെൻസിങ് പ്രത്യേകമായിട്ട് ഉണ്ട്. അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്നത് ഇൻ പേഷ്യന്റ് ഡിസ്പെൻസിങ് ആണ്. അതല്ലാതെ ഔട്ട് പേഷ്യൻസ് പ്രത്യേകം വരുന്നുണ്ട്, അവർക്ക് വേണ്ടി വേറെ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. പിന്നെന്താണ്? ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. അത് ഇതുപോലെ തന്നെയാണ്, ഇൻ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് പോലെ തന്നെയാണ് ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യൻസ് ഒക്കെ വരില്ലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഫാർമസി. വാർഡ് ഫാർമസി എന്ന് വെച്ചാൽ വാർഡുകളിലേക്കുള്ളത്, ദാറ്റ് മീൻസ് ഇൻ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റുമൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്നു. പിന്നെന്താണ്? ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ a set of procedures of medication by the pharmacy to use as a guide. ഇനി അതുകൂടാതെ നമ്മുടെ ഫാർമസി ഉണ്ടല്ലോ, അവര് ഡോക്ടേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻസ്. മരുന്നുകളുടെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മരുന്നുകളുടെ ഉപയോഗ സംബന്ധമായിട്ടുള്ള മരുന്നുകളെ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫാർമസി ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിന് അതൊരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മളതിനെ ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.
എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, നമ്മൾ ഫാർമസി ഡോക്ടർമാർക്ക് ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രൊസീജിയർ, ഒരു ഗൈഡ് പോലെ ഒരു റെഫറൻസ് ബുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഡോക്ടേഴ്സ് അതൊരു ഗൈഡ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാം. നമ്മൾ അതിനെ ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയാം. അതായത് നമ്മൾ ഇപ്പൊ ഒരു ഡോക്ടർ, ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ, അവരുടെ രോഗികൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു ഗൈഡിനെ ബേസ് ചെയ്തിട്ടാണ്. കാര്യം ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏതൊക്കെ മരുന്നുകൾ ഫാർമസിയിൽ ലഭ്യമാണ് എന്ന് ഡോക്ടർക്ക് അറിയണം. ഡോക്ടർ എഴുതുന്ന ഒരു മരുന്ന് അവിടുത്തെ ഫാർമസിയിൽ അവൈലബിൾ അല്ലെങ്കിൽ എഴുതിയിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സിന് അവരുടെ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകള് അത് ഫാർമസിയിൽ അവൈലബിൾ ആണോ, ഈ പറയുന്ന മരുന്നുകൾ ഫാർമസിയിൽ ഉണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിന് ഫാർമസി എന്ത് കൊടുക്കുന്നത്, ഒരു ഈ പറയുന്ന ഒരു ഗൈഡ്, മരുന്നുകളെ സംബന്ധിക്കുന്ന ഒരു ഗൈഡ് കൊടുക്കുന്നത്. അതിന്റെ മരുന്നുകൾ ഉണ്ടാവും, അതിന്റെ ഉപയോഗക്രമത്തിനെ പറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരേ പർപ്പസിന് തന്നെ പല കമ്പനിയുടെ തന്നെ ഒരേ കണ്ടന്റില് പല പല മരുന്നുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ മരുന്നുകളായിരിക്കും അത് ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക അല്ലെ. ആ ഡോക്ടർ എടുക്കുന്ന മരുന്ന് അവരുടെ ഫാർമസിയിൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആവുന്ന മരുന്നുകളാണ് ഡോക്ടർ ആർക്ക് എഴുതുന്നത്, പേഷ്യൻസിന് എഴുതുന്നത് അല്ലെ. അപ്പൊ മരുന്നുകളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് പെടുന്നുണ്ട് കേട്ടോ. മരുന്നിന്റെ പേര് വിവരങ്ങൾ മാത്രമല്ല, അതിന്റെ ഉപയോഗക്രമങ്ങള്, അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ ഉൾപ്പെടെ എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗൈഡ് ഫാർമസി ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫാർമസിയുടെ സേവനങ്ങൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, അഥവാ MRD എന്ന് പറയും. MRDയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്? എന്തായിരിക്കും? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. അതാരാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. നോക്കുക, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് all the records or files of inpatients as well as the outpatients. നമ്മുടെ ഇൻപേഷ്യൻസിന്റെയും ഔട്ട്പേഷ്യൻസിന്റെയും അവരുടെ റെക്കോർഡുകള്, അവരുടെ ഫയലുകള്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് വിത്ത് ദീസ് റെക്കോർഡ്സ് ദാറ്റ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് can be formulated and it serves as a reference for the future purpose. ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ലീഗൽ റെക്കോർഡാണ്, അതൊരു നിയമപരമായിട്ടുള്ള റെക്കോർഡാണ്. മെഡിക്കൽ റെക്കോർഡ് അറിയാലോ, എന്താണ് ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗിയുടെ ആ ഒരു എന്താ പറയുക, ഹോസ്പിറ്റലുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസിന്റെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ മെഡിക്കൽ റെക്കോർഡ്. അപ്പം ഈ മെഡിക്കൽ റെക്കോർഡ് ഒരു ലീഗൽ റെക്കോർഡാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പല പ്രൂഫിന്റെ അല്ലെങ്കിൽ ഒരു എവിഡൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ഈ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഗവേഷണ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകളും മറ്റുമൊക്കെ രേഖപ്പെടുത്താനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് കേട്ടോ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് പേഷ്യൻസിന് മാത്രമല്ല, ഈ പറയുന്ന എന്താ പറയാ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, ദാറ്റ് മീൻസ് ഡോക്ടേഴ്സിനായിക്കോട്ടെ നഴ്സസിനായിക്കോട്ടെ, ഈ എന്തിനു പറയുന്ന ഹോസ്പിറ്റലിന് വരെ ഏറ്റവും ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവര് എഴുതിയിരിക്കുന്നത് കേട്ടോ. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നതും അതുപോലെ ഫ്യൂച്ചർ പർപ്പസിനൊക്കെ നമ്മൾ ഒരു റെഫറൻസ് ആയിട്ടും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു റെക്കോർഡുകളാണ്. സോ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്.
നമുക്കറിയാം നമ്മുടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടർമാരുണ്ട്, മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. ഇതുകൊണ്ട് മാത്രം ഒരു ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആവില്ലല്ലോ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് പേഷ്യൻസിന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫിസിക്കൽ ഫെസിലിറ്റീസും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം, അല്ലെ? വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, അല്ലെ? AC ഉണ്ടായിരിക്കണം, ഇലക്ട്രിക് സപ്ലൈ ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിനും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഫിസിക്കൽ ഫെസിലിറ്റികളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിന് ഈ പറയുന്നത് മെഡിക്കൽ ഗ്യാസുകൾ, അല്ലെ? ഇതൊക്കെ ആവശ്യമാണ് ഒരു ഹോസ്പിറ്റലിൽ. ഇതെല്ലാം ഇല്ലാതെ ഒരിക്കലും ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫെസിലിറ്റികൾ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ നോക്കിയേ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഷുവേഴ്സ് that hospital is in operable condition. ഒരു ഹോസ്പിറ്റലില് പ്രവർത്തനക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? ഓപ്പറബിൾ കണ്ടീഷൻ, അല്ലെ? ഓക്കെ. ഇറ്റ് മേക്സ് ദ പ്ലാൻസ് ആൻഡ് പെർഫോംസ് വാരിയസ് പ്രോജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്ലാനുകൾ തയ്യാറാക്കാം, പുതിയ പ്രോജക്റ്റുകൾ, ഇതെല്ലാം തയ്യാറാക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് വരികയാണ്, അപ്പൊ അതിനുവേണ്ടി ഒരു പുതിയൊരു കെട്ടിടം പണിയണം, അല്ലെങ്കിൽ പുതിയൊരു കൺസ്ട്രക്ഷൻ ഒരു എന്താണ് ഫെസിലിറ്റി ഒരുക്കണം, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കാം. അതുപോലെ പുതിയ പുതിയ പദ്ധതികൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും മറ്റും തയ്യാറാക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. പിന്നെ എന്താണ്, ദിസ് ഡിപ്പാർട്ട്മെന്റ് മേക്സ് ഷുവർ ദാറ്റ് ഓൾ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് ആർ ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻസ്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഫെസിലിറ്റികളും അത് പെർഫെക്റ്റ് കണ്ടീഷനിലാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ പെർഫോംസ് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വർക്ക് ഫോർ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ്, പ്ലംബിംഗ്, അതുപോലെ സ്റ്റീൽ വർക്ക്, അല്ലെ? ഒരു ഹോസ്പിറ്റൽ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? AC, അല്ലെ? AC ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ എയർ കണ്ടീഷനിങ്, ഇലക്ട്രിസിറ്റി, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ റിപ്പയറിങ്ങും അതിന്റെ അറ്റകുറ്റപ്പണികളും മറ്റും ചെയ്യുക, പ്ലംബിംഗ് വർക്കുകൾ, സ്റ്റീൽ വർക്കുകൾ, ഇതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അടുത്തതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്? അപ്പൊ ആ രണ്ട് പേരുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നാവും വരുന്നത്. ഇതേ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. രണ്ട് പേരുകളിലും അത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും പറയാം. എന്താണ്, this department is responsible for purchasing all supplies and equipment for the hospital. അല്ലെ? ഒരു ഹോസ്പിറ്റലിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസും, എല്ലാ സാധനങ്ങളും, മറ്റ് എന്താ പറയുക എക്യുപ്മെന്റ്സുകളും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു, അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, മെഷീനറീസുകള്, ഇതെല്ലാം പ്രോഡക്റ്റുകള്, മെറ്റീരിയൽസുകള്, ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല, ഇതിപ്പോ എല്ലാ ഹോസ്പിറ്റലിന് മാത്രമല്ല നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അല്ലെ? സിസ്റ്റം വൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകം സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ IT സിസ്റ്റങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റി, കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി, അല്ലെ? പണ്ട് മാനുവലായിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇന്നിപ്പോ എന്താണ് കമ്പ്യൂട്ടർ വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാനും, അല്ലെ? അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും, ഡോക്ടറിനെ നമുക്ക് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാനും, അതുപോലെ ഒരു ഫാർമസിയിൽ പോയാലും, അല്ലെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളും എല്ലാത്തിനും ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറുടെ മുമ്പിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മുടെ എല്ലാ വിവരങ്ങളും ഡോക്ടർക്ക് എന്തിൽ കാണാം? ലാപ്ടോപ്പിൽ കാണാം. നമ്മളിപ്പോ ഒരു ടെസ്റ്റിന് പോയി, നമ്മളൊരു റേഡിയോളജി ടെസ്റ്റിന് പോയി, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് പോയി, നമുക്ക് കിട്ടുന്നതിനേക്കാളും റിസൾട്ട് ആരുടെ ലാപ്ടോപ്പിൽ എത്തും? ഡോക്ടറുടെ ലാപ്ടോപ്പിൽ എത്തുന്നുണ്ട്, അല്ലെ? അതായത് എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, ഇപ്പൊ ഫാർമസിക്ക് പ്രത്യേകമുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടർക്കുണ്ട്,
അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള IT വന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല. പണ്ടൊരു ഫയൽ എഴുതി ആ ഫയലും കൊണ്ടുപോകണം, ഡോക്ടറെ കാണിക്കണം, എക്സ്റേ എടുത്ത് അതിന്റെ ഷീറ്റുമായിട്ട് കൊണ്ടുപോകണം. ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നിപ്പോ വേണ്ട. എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആവാൻ കാരണം എന്താണ്? ഈ പറയുന്ന IT അല്ലെ, IT-യുടെ ആ ഒരു IT വന്നത് കൊണ്ടാണ് അല്ലെ. സോ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. All hospitals today use the computers to keep the track of patient records and other medically related affairs. അറിയാലോ, എല്ലാ ഹോസ്പിറ്റലും പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ട്രാക്ക് ചെയ്യാനായിക്കോട്ടെ, മറ്റ് മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത് കമ്പ്യൂട്ടറുകൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. Therefore, this department provides a technical support. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, which supportive department provides a technical support? ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന, സാങ്കേതികമായിട്ട് പിന്തുണ കൊടുക്കുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Therefore, this department provides a technical support as and when needed and keeps the systems updated and provides support when systems fail. അല്ലെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, they also aim to provide effective online services for the patients and help to keep the entire hospital informed of certain events that take place within the hospital. കേട്ടോ, അതായത് ഇപ്പൊ ഒരു പേഷ്യൻസിനായിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഒക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാം അല്ലെ. നമ്മുടെ അപ്പോയിന്റ്മെന്റ് നമുക്ക് ഓൺലൈൻ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം, ഡോക്ടറെ നമുക്ക് ഓൺലൈൻ ആയിട്ട് കണ്ട് കൺസൾട്ട് ചെയ്യാം. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു എൻറ്റയർ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇവന്റുകൾ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഷോപ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എൻറ്റയർ ഹോസ്പിറ്റലിന്റെ വിവരം അറിയിക്കുന്നതിന്, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് എന്താണ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇവന്റുകൾ നടക്കുകയാണ്, ഈ ഇവന്റുകളെ സംബന്ധിച്ച് എൻറ്റയർ ഹോസ്പിറ്റലിൽ മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ അറിയിക്കാനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ നമ്മുടെ 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ആ 12 ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളോട് ചോദിക്കൂട്ടെ, ഏത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇപ്പോ മരുന്നുകളുടെ വിതരണം നടപ്പിലാക്കുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫാർമസിയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? CSST ആണ്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് മൊത്തത്തിൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അത് ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരു ഡിവിഷനും കൂടെ നമുക്ക് പഠിച്ചാൽ മതി. ഏതാണത്? മൂന്നാമത്തെ ഡിവിഷൻ ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3ആയിട്ടല്ലേ സബ് ഡിവൈഡ് ചെയ്തത്? ഏതൊക്കെയായിരുന്നു 3 സബ് ഡിവിഷൻസ്? ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തത് ഹ്യൂമൻ റിസോഴ്സ്, തേർഡ് വൺ ഫിനാൻസ് അല്ലെ. അങ്ങനെ 3ആയിട്ടല്ലേ നമ്മൾ തുടക്കമേ ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ഓരോന്ന് എന്താണുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് കേട്ടോ. ഹ്യൂമൻ
റിസോഴ്സസ്. എന്താണ് ഇത്? ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഹ്യൂമൻ റിസോഴ്സും ഫിനാൻസും അഡ്മിനിസ്ട്രേഷനും ഒക്കെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഹ്യൂമൻ റിസോഴ്സസ്. This department is given the aim of recruiting efficient human resources for the hospital. അതായത് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? അത് ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥാപനത്തിനും എന്തുണ്ട്? HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെ? നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നതും അതുപോലെ അവിടുത്തെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, അല്ലെ, മനുഷ്യ വിഭവങ്ങൾ, നല്ല നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ, എംപ്ലോയീസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതിന് എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ ജോലി അത് മാത്രമാണോ? ജസ്റ്റ് ഓൺലി റിക്രൂട്ട്മെന്റ് മാത്രമാണോ അവർ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇറ്റ് ആൾസോ ക്രിയേറ്റ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റാഫുകളെ എടുക്കുകയാണ്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ടെസ്റ്റുകളും ഇന്റർവ്യൂസും ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കേട്ടോ. അങ്ങനെ ഈ സ്റ്റാഫുകൾ അവർ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാഫുകൾ ആ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധ പോളിസികളും പ്രൊസീജിയറുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ആൾസോ ക്രിയേറ്റ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അവരുടെ സ്റ്റാഫുകള് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പിന്നെന്താണ്? ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ല, ഇവരെ ജോലിക്ക് എടുത്തു, ഇവരെ പാലിക്കേണ്ട നിയമങ്ങളും പോളിസികളും പ്രൊസീജിയറുകളും ഡെവലപ്പ് ചെയ്ത് അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി അവസാനിച്ചോ? ഇല്ല. അതോടൊപ്പം എന്തും കൂടെ വേണം? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം, അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. എങ്ങനെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റാം? എങ്ങനെയൊക്കെയാണ്? ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്, അല്ലെ? എംപ്ലോയീസിന് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെ? അവർക്ക് നല്ല തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുകൾ കൊടുക്കുക, അല്ലെ? അതായത് അവർക്ക് പണമായിട്ടും പണമല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ പണമായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഫെസ്റ്റിവലോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബോണസ് കൊടുക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ എന്താണ്? മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്, പണമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. അതുപോലെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുകൾ കൊടുക്കാം, പണമല്ലാത്ത ആനുകൂല്യങ്ങൾ കൊടുക്കാം. അവർക്ക് നല്ല തൊഴിലന്തരീക്ഷം കൊടുക്കാം, നല്ല ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെമ്പർഷിപ്പ് ജിമ്മിലോ അങ്ങനെ എന്തെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാം. ഇതൊക്കെ എന്താണ്? അതുപോലെ ശമ്പളത്തോടു കൂടിയുള്ള അവധികൾ കൊടുക്കാം. അത് പിന്നെ മോണിറ്ററിയിൽ വരുന്നതാണ്. അപ്പൊ നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ പണമല്ലാതെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലെ? ഇൻസെന്റീവ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്റ്റാഫുകൾക്ക് നല്ല എക്സിക്യൂട്ടീവ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് കാറ് കൊടുക്കാം, അല്ലെ? അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാം. ഇതൊക്കെ എന്താണ്? അതൊക്കെ നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണ്. ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ കൊടുത്ത് നല്ല തൊഴിൽ അന്തരീക്ഷമൊക്കെ കൊടുത്തിട്ട് നമുക്ക് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അതുകൂടാതെ ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് കോമ്പൻസേഷൻ ഫോർ ദി സർവീസസ് റെന്റഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് നൽകുന്ന സേവനങ്ങൾക്ക് അവരുടെ സേവനങ്ങൾക്ക് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലെ നഷ്ടപരിഹാരം എന്നാണ് പറയുന്നത്. ഇവിടെ നഷ്ടപരിഹാരം ഇല്ല കേട്ടോ, ആ ഒരു ടേമിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റിവാർഡ് പാക്കേജ് ആണ് that offers to the employees in exchange of their services. That means നമ്മൾ എംപ്ലോയീസിന് അവർ തരുന്ന സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം. ഓക്കെ, അതിന് ശമ്പളമുണ്ട്, ഓക്കെ, മറ്റു ബെനിഫിറ്റ്സുകൾ ഉണ്ട്, എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതാണ് മൊത്തത്തിൽ നമ്മൾ അവിടെ കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രതിഫലങ്ങളൊക്കെ കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അവരുടെ വേജും സാലറിയും ഒക്കെ കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതും അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുന്നതും അവർക്ക് വേണ്ട ബെനിഫിറ്റുകളും കോമ്പൻസേഷനും എല്ലാം കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവാം? ആ ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ? അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് the financial aspects of the hospital. അതെല്ലാം ചെയ്ത് വെച്ചേ, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും which department handles the financial aspects of the hospital. ഉത്തരം എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. They make budgets. കണ്ടോ, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ റവന്യൂ, അവരുടെ എക്സ്പെൻസ് ഇതെല്ലാം കണക്കാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. പിന്നെന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്നു. പിന്നെന്താണ്? ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫോർ ദെയർ അപ്ഗ്രഡേഷൻ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക്, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് നവീകരണത്തിന്, അവരുടെ അപ്ഗ്രഡേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തിക സോഴ്സസുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്തെങ്കിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെ, കുറച്ചുകൂടെ നവീകരിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ വരും അല്ലെ? അപ്പൊ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? ഓക്കെ, പിന്നെ എന്താണ്? They also provide wage statements for the staff and oversee purchases of medical supplies and pharmaceuticals for the hospital. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ വേജ് സ്റ്റേറ്റ്മെന്റ്സുകളുടെ, അവരുടെ സാലറി സംബന്ധമായിട്ടുള്ള, അവരുടെ വേതന സംബന്ധമായിട്ടുള്ള വിശദാംശങ്ങളും മറ്റും തയ്യാറാക്കുന്നതും, അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സപ്ലൈസ് വാങ്ങാനും ഫാർമസ്യൂട്ടിക്കൽസ് മരുന്നുകളും മറ്റുമൊക്കെ വാങ്ങുന്നതിനൊക്കെ നമുക്ക് എന്ത് വേണം? സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് വേണ്ട അല്ലെ? അതൊക്കെ കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അറിയാലോ, ഒരു ഹോസ്പിറ്റൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. കാര്യം ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ നല്ല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക അല്ലെ? അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നോക്കാം, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവിംഗ് ദ പവേഴ്സ് ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താണ്? കൃത്യമായിട്ട് അതിനെ മുന്നോട്ട് നയിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? They look after all the paperwork of the hospital and ensure that every department follows administrative procedures of the hospital. അല്ലെ? ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പേപ്പർ വർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ഒന്ന് ആ ഒരു ഹോസ്പിറ്റലിന്റെ ചിലപ്പോൾ അതിന്റെ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഒത്തിരി പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകള് അല്ലെ, ഇതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യും. അവിടെ അല്ലെ നമ്മുടെ വിവരങ്ങളൊക്കെ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം അവർ തരും അല്ലെ? അപ്പൊ നമ്മൾ അതൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക. അതൊക്കെ പേപ്പർ വർക്കുകളാണ്. ഇതൊക്കെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കൊരു അഡ്മിഷൻ എടുക്കേണ്ടി വന്നു, അഡ്മിറ്റ് ആവേണ്ടി വന്നു, അഡ്മിഷൻ ഫോമുകള്, അതുപോലെ സർജറി സംബന്ധമായിട്ടുള്ള കൺസെന്റ് ഫോമുകള്, ഇതൊക്കെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല, every department follows administrative procedures of the hospital. ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകളും കൃത്യമായിട്ട് അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ആണ്, അവരാണ് ഭരിക്കുന്നത്, ഭരണമാണ് അല്ലെ? അവരാണ് ആ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട റൂൾസും റെഗുലേഷൻസും ഒക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഓക്കെ, പിന്നെന്താണ്? Hospital administration also organizes and supports the patients
total medical care during an episode of illness in the hospital and is responsible for integrating various functions and services. അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോസ്പിറ്റലിലുള്ള അവരുടെ പരിചരണത്തിലുടനീളം അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഷ്യന്റ് കെയർ എല്ലാം തന്നെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ വിവിധ തരത്തിലുള്ള ഫംഗ്ഷൻസുകള് മറ്റെല്ലാ സേവനങ്ങളെയും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അല്ലെ, എല്ലാം പലകടിക്ക് പോവാതെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് എസ് എ ഹോൾ, ഹോസ്പിറ്റൽ എസ് എ ഹോൾ എന്നുള്ള രീതിയിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് വിച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? എന്നിട്ട് 3 എണ്ണേ വരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് HR, ഫിനാൻസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ചാപ്റ്റർ പിടിച്ചു നിൽക്കായിരുന്നു. ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. പഠിച്ചു വന്നപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മളൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്താണ്, അവിടെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, നമുക്കെല്ലാം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവിടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നാൽ അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ അതോ അഡ്മിനിസ്ട്രേറ്റീവ് ആണോ സപ്പോർട്ടീവ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് 24 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചില ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഓർഗൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് 12 എണ്ണമാണ് നിങ്ങൾ പഠിച്ചത്. എളുപ്പമാണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും സിമ്പിൾ ആണ്. പേരിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. കുഴപ്പമില്ലല്ലോ, ചാപ്റ്റർ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലാസ് കേൾക്കുന്നതോടൊപ്പം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതെന്താ, ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് അറിയണം. നമ്മൾ പഠിച്ചു പോകും, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു മനസ്സിലാക്കണമെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഒരു വിഷയമല്ല, സാമൂഹ്യ ഈസി ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ എന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂള് തന്നെയാണ്, 11ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 11. ഓക്കെ, 11ാമത്തെ ചാപ്റ്റർ. എന്താണ്? ഗൈഡ് മേടിച്ചിട്ടുണ്ട്. ഗൈഡ് നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഗൈഡ് നല്ലതാണ്. നമ്മള് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ചാപ്റ്റർ നമ്പർ 11 ആണ് കേട്ടോ. 11ാമത്തെ ചാപ്റ്റർ ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ട് നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയില്ല. ഇനി ഇതിൽ പറയുന്ന മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നിങ്ങൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കും. ഫാർമസി പഠിക്കാനുണ്ട്, ലബോറട്ടറി പഠിക്കാനുണ്ട്, ICU പഠിക്കാനുണ്ട്, റേഡിയോളജി ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ തുടങ്ങുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. കുറച്ച് കണ്ടന്റുകൾ മാത്രമേ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. പക്ഷെ ഉള്ള കണ്ടന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. ഓക്കെ അല്ലേ? പുതിയ ചാപ്റ്റർ തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICUവിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചു. അതൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതൊരു 24 ഹവറും എന്താണ് സർവീസ് കൊടുക്കുന്ന അല്ലെ, ഈ പറയുന്ന രോഗിയെ പരിചരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങള്, അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ഇന്റൻസീവ് കെയർ അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്?
ICUവിനകത്ത് ഒരുപാട് ബെഡുകൾ ഉണ്ടായിരിക്കോ? നമ്മുടെ വാർഡിലൊക്കെ പോലെ ഒരുപാട് ബെഡുകൾ ICUവിൽ ഉണ്ടായിരിക്കോ? ഇങ്ങനെ നമ്മൾ പഠിച്ചത് ICUവിൽ വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ? കാരണം ഇത്രയും ഇന്റൻസീവ് കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ മാത്രമാണ് നമ്മൾ അവിടെ പരിചരിക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് ബെഡുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ICU ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? ICU ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അതിനകത്ത് കൺസൾട്ടൻസ് ഉണ്ട്, ഡയറ്റീഷ്യൻസ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ട്, നഴ്സസ് ഉണ്ട്. ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് അല്ലെ? ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഈ പറയുന്ന ICUവിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. A unit in a hospital that provides intensive care for critically ill or injured patients. Underline ചെയ്തോളൂ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? The unit in a hospital that provides intensive care for the critically ill or injured patients is called എന്താണ്? ICU അല്ലെ? Intensive care unit. Okay, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. അപ്പൊ ഒരു ICUവിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ആ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടു നോക്കുക കേട്ടോ. ആ പിക്ചറിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും അല്ലെ? ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് ഉണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞ ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ ലൈഫ് സപ്പോർട്ടിനും തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിനും ഒക്കെ ആവശ്യമായിട്ട് എല്ലാ എക്യുപ്മെന്റ്സുകൾ കൊണ്ടും സജ്ജമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? The patients may be referred either directly from an emergency department or from a ward if their condition worsening rapidly or immediately after surgery. If the surgery is very invasive and the patient is at a high risk of complication. നമ്മൾ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു പക്ഷെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട്, കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് നമ്മൾ ICUലോട്ട് മാറ്റാം. ചിലപ്പോൾ വാർഡിൽ നിന്നുള്ള പേഷ്യന്റ് ആയിരിക്കാം. അത് വെറുതെ മാറ്റോ? ഇല്ല. അവരുടെ കണ്ടീഷൻ വളരെ മോശമാവുന്ന സാഹചര്യത്തില്, അല്ലെങ്കിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ സർജറി കഴിഞ്ഞ ഉടൻ തന്നെ, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ വളരെ മോശമാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒന്നുകിൽ വാർഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയൊക്കെയാണ് നമ്മൾ ICUലോട്ട് റെഫർ ചെയ്യുന്നത് അല്ലെ? അതുപോലെ സർജറി തന്നെ വെരി ഇൻവെസീവ് ആയിട്ടുള്ള, വെരി ഇൻവെസീവ് എന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി, പോലെ ഓപ്പൺ ഹാർട്ട് സർജറികള്, സ്പൈനൽ സർജറികള്, ഇങ്ങനെയുള്ള സർജറികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇൻവെസീവ് ആണ് അല്ലെ? ഇൻവെസീവ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻവെസീവ്, നോൺ ഇൻവെസീവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇൻവെസീവ് മീൻസ് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവൊക്കെ ഉണ്ടാക്കി നമ്മൾ അതിനകത്തേക്ക് എക്യുപ്മെന്റ്സുകൾ, മറ്റു ടൂൾസുകളൊക്കെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന സർജറികൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻവെസീവ് സർജറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഇൻവെസീവ് സർജറികൾ ലൈക്ക് ഓപ്പൺ ഹാർട്ട് സർജറി, സ്പൈനൽ സർജറി ഒക്കെ പോലെയുള്ള ഇൻവെസീവ് സർജറികളൊക്കെ കഴിഞ്ഞ ഉടനെ, അതുപോലെ അത്തരം പേഷ്യൻസിന്റെ ആ ഒരു അവർക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത്, ICUലോട്ട് റെഫർ ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? വേറെ പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഇത് വളരെ ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ, എളുപ്പം നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെയാണോ എല്ലാവർക്കും? ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും ഭാഗങ്ങളൊക്കെ വായിക്കുക കേട്ടോ, വായിച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം.